പഠിക്കാനുള്ളത് ഈഫ്, എൽസ്, പിന്നെ നമ്മുടെ ലൂപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോ അതും കൂടെ ഉണ്ട് ഈ യൂണിറ്റില്, സെക്കൻഡ് യൂണിറ്റില്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തേർഡ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ശരി, ഇനി ബാക്കിയുള്ളവരെന്നാ പതുക്കെ ജോയിൻ ചെയ്യട്ടെ. ഇപ്പൊ 11:46 ആയില്ലേ. അടുത്തത് പഠിക്കാനുള്ളത് നമ്മൾ ഏതുവരെ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ നിങ്ങള്? പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫ്രണ്ടില് പ്ലസ് ഇടാം, പുറകില് പ്ലസ് ഇടാം, അപ്പൊ അതിന് രണ്ട് പേര് വരും, പോസ്റ്റ് ഫിക്സ്, പ്രിഫിക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഓർമ്മയില്ലേ? നമ്മള് പോസ്റ്റ് ഫിക്സ്, പ്രിഫിക്സ് എന്നൊക്കെ പറഞ്ഞത് ആർക്കും ഓർമ്മയില്ല? നല്ല ആൾക്കാരാണല്ലോ നിങ്ങള്. ഇമ്മാനുവലിന് ഓർമ്മയുണ്ട്. ഓക്കെ, പിന്നെ ശരി, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, നിങ്ങക്ക് പറഞ്ഞു തന്നല്ലോ എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ഈസി വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്ലസ് പ്ലസ് ഒന്നില്ലെങ്കിൽ ഇപ്പൊ 41 ജോയിൻ ആയിട്ടുണ്ട് അല്ലെ? 42. ശരി, ബാക്കിയുള്ളവർ ഇനി ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ള ഒരു ഈസി ഐഡിയ ആണ് പറഞ്ഞത്. അതായത് പ്രീഫിക്സ് ആണെങ്കിൽ, അതായത് ഏറ്റവും മുന്നിലാണ് വേരിയബിൾ എങ്കിൽ ആദ്യം എന്ത് ഓപ്പറേഷൻ ആണോ അത് പെർഫോം ചെയ്യുക, എന്നിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുക. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നത്. ചേഞ്ച് ദെൻ യൂസ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം ചേഞ്ച് ദെൻ യൂസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പത്തിന് പറഞ്ഞു. അതേപോലെ പുറകിലാണ് സിമ്പിൾ എങ്കിൽ ആദ്യം ആ വാല്യൂ യൂസ് ചെയ്യുക എന്നിട്ട് ചേഞ്ച് ചെയ്യുക. ദാറ്റ് ഇസ് യൂസ് ദെൻ ചേഞ്ച്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ,
ഇനി അപ്പൊ ഇതിന്റെ ഒരു ചെറിയ പ്രോഗ്രാം നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ പ്രോഗ്രാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് നോട്ടിലേക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ ഈ പ്രോഗ്രാം കാണിച്ചു തരുമ്പോഴത്തേനും അപ്പൊ തന്നെ വേണമെങ്കിൽ നോട്ടിലേക്ക് എഴുതാം. അപ്പൊ എന്തായാലും നോട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുക. ഞാൻ പ്രോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചെറിയ പ്രോഗ്രാംസ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോഗ്രാം. ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തിട്ടുണ്ട്, മെയിൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 2 നമ്പർ എടുത്ത് a is equal to 10 കൊടുത്തിട്ടുണ്ട്, ഞാൻ b is equal to 100 കൊടുത്തു. അപ്പൊ ഞാൻ രണ്ടിലും ഓരോന്ന് വെച്ചിട്ടാ കാണിക്കണേ. ഒന്ന് പ്രിഫിക്സും ഒന്ന് പോസ്റ്റ് ഫിക്സും ആണ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചു തരുന്നത്. ഇപ്പം പ്രിന്റ് എഫ് ഞാൻ ആദ്യം കൊടുക്കുന്നത് പ്രിന്റ് എഫ് പ്ലസ് പ്ലസ് എ ഈസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് പ്ലസ് എ, അതായത് ഫ്രണ്ടിൽ ഓപ്പറേറ്റർ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഓപ്പറേറ്റർ കാണുകയാണെങ്കിൽ എന്ത് ഓപ്പറേഷൻ ആണോ അത് ആദ്യം തന്നെ ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്ക് എത്ര വാല്യൂ വരുന്നു നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? വാട്ട് വിൽ ബി ദ ആൻസർ? എന്തായിരിക്കുന്നു പ്ലസ് പ്ലസ് എന്റെ ഉത്തരം? വാട്ട് ഇസ് പ്ലസ് പ്ലസ് എന്റെ വാല്യൂ എന്തായിരിക്കും ഊഹിക്കാൻ പറ്റും? ഓക്കെ, ഓക്കെ 2 പേര് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ 3. ഓക്കെ, നോക്കാം. അപ്പൊ അതാണ് വാല്യൂ. ഇനി ബി ഞാൻ 100 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബി മൈനസ് മൈനസ് എന്ന് കൊടുത്തു. അതായത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിത് റൺ ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് വരണേന്ന് നോക്കാം. ഇതിലിപ്പോ നമ്മൾ ഇൻപുട്ട് ചെയ്യാനൊന്നുമില്ല, നേരെ നമുക്ക് ഔട്ട്പുട്ട് കാണും. സോ എനിക്ക് ആൻസർ വന്നത് പ്ലസ് പ്ലസ് എ ഇസ് 11 ആൻഡ് ബി മൈനസ് മൈനസ് ഇസ് 100. ഇതാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്നില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് പ്രോഗ്രാം, either you can screenshot this program. എന്തായാലും you have to write it down in your notebook. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ? എഴുതുകയാണോ സ്ക്രീൻഷോട്ട് എടുക്കുകയാണോ? എന്താ ചെയ്യാൻ പോണേ? എഴുതുന്നോ സ്ക്രീൻഷോട്ട് ആണോ? സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് അല്ലെ? ശരി, എന്നിട്ട് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. എഴുതുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിക്കോളൂ. ഞാൻ 2 മിനിറ്റ് ടൈം തരാം, വേഗം എഴുതിക്കോളൂ. എഴുതി വെച്ചാ പിന്നെ പണി കഴിഞ്ഞു അല്ലെ? ഇത്രയല്ലേ ഉള്ളൂ, കുഞ്ഞു പ്രോഗ്രാം അല്ലേ. പ്രോഗ്രാമും എഴുതിക്കോ, ഔട്ട്പുട്ടും എഴുതിക്കോ. എഴുതുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നിന്റെ അടുത്ത് ഫിനിഷ്ഡ് എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കണു. ഞാൻ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് ഏകദേശം കഴിഞ്ഞു. ഓപ്പറേറ്റർ ഇല്ലേ? ഒരു മിനിറ്റ്, ശരിയോ? ഫർഷാൻ ഇപ്പൊ കേറിയ ആള് എവിടെ? ആരപ്പ കേറിയത്? ആരപ്പ ജോയിൻ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ പഠിച്ചില്ലേ? പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ശരി, ഇപ്പൊ കയറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയാം. ഇത് നമ്മുടെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ ഒരു കുഞ്ഞു പ്രോഗ്രാം ആണ്.
ഞാൻ ജസ്റ്റ് പ്ലസ് പ്ലസ് എന്റെ ആൻസർ എന്താ, ബി മൈനസ് മൈനസിന്റെ ആൻസർ എന്താന്ന് പ്രിന്റ് ചെയ്യാനുള്ളൊരു ചെറിയ പ്രോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാര് ഏതർ യു ക്യാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർ ഈ പ്രോഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ അടുത്തതിലോട്ട് പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. കഴിഞ്ഞില്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിലുള്ള ഒരു ഭയങ്കര ഒരു വലിയ പ്രോഗ്രാമാണ്. ഇതിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മനസ്സിലാവാനുള്ള ഒരു പ്രോഗ്രാം ആണ്. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ 8 ഓപ്പറേറ്റർ പഠിക്കുന്നുണ്ട്. സോ ഇതുവരെ പഠിച്ച ഓപ്പറേറ്റർ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, കുറെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അരിത്തമാറ്റിക് പഠിച്ചിട്ടുണ്ട്, ലോജിക്കൽ പഠിച്ചു, പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർ ടേർണറി ഓപ്പറേറ്റർ പഠിച്ചു. അങ്ങനെ കുറെ 7-8 ഓപ്പറേറ്റേഴ്സ് ഉണ്ട് നമുക്ക്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്പറേറ്റർ ആണ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും സിയില്. അപ്പൊ നമുക്കൊരു 3 സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒരു ആംബ്രസന്റ് ഉണ്ട്, ഒരു സ്റ്റാർ ഉണ്ട്, സൈസ് ഓഫ് ഉണ്ട്. ഈ ആംബ്രസന്റ് എന്തിനാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ആംബ്രസന്റ്? നമ്മൾ എല്ലാ പ്രോഗ്രാമിലും യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ആംബ്രസന്റ് ഓപ്പറേറ്റർ എന്തിനാ യൂസ് ചെയ്യണേന്ന്? സ്റ്റോർ വാല്യൂസ് അല്ലേ? സ്റ്റോർ വാല്യൂസ് ആണ്. അതായത് ആ വാല്യൂസിന്റെ അഡ്രസ് ആണ് കേട്ടോ. എപ്പോഴും ആംബ്രസന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട അഡ്രസ് ആണ്. യെസ്, മെമ്മറി റെഫറൻസ് ആണ്. സോ ദിസ് ഇസ് എൻ അഡ്രസ് ഓപ്പറേറ്റർ. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ. എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ സ്കാൻഎഫ് ഏതെങ്കിലും ഒരു സ്കാൻഎഫ് എഴുതിയാൽ മതി. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് സ്റ്റാർ ഓപ്പറേറ്റർ ആണ്. യൂഷ്വലി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. അതല്ലാണ്ട് നമ്മൾ സ്റ്റാർ വേറൊരു കാര്യത്തിനും കൂടെ യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് 4th യൂണിറ്റിൽ എങ്ങാണ്ട് പഠിക്കാനുണ്ട്. പോയിന്റേഴ്സ് എന്ന് പറയും. നമുക്ക് പഠിക്കുമ്പോൾ അന്നേരം നോക്കാം. സോ ഇറ്റ് ഇസ് എ പോയിന്റർ വേരിയബിൾ. ആ പോയിന്റർ വേരിയബിളിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ. സോ ദാറ്റ് ഇസ് അനദർ വൺ. ആൻഡ് നൗ ലാസ്റ്റ് വി ഹാവ് എ സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ക്യാരക്ടർ എ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമുക്ക് ക്യാരക്ടർ എക്ക് എത്ര മെമ്മറിയിൽ എത്ര സ്ഥലം കൊടുക്കണമെന്ന് നമുക്ക് അറിയില്ല. ലൈക്ക് എത്ര സ്ഥലം എടുക്കുന്നുണ്ട് എന്ന് അറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എത്ര ബൈറ്റ്സ് എ എന്ന് പറയുന്ന മെമ്മറിയിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 1 എന്ന് കിട്ടും. ഇത്രേ വേണ്ടൂ. ഹാഷ് ഇൻക്ലൂഡ് ചെയ്ത് വോയിഡ് മെയിൻ ചെയ്ത് ക്യാരക്ടർ എ എന്ന് എഴുതുക, സൈസ് ഓഫ് എ എന്ന് എഴുതുക, എന്നിട്ട് പ്രിന്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഇങ്ങനെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. വിശാല് ലെഫ്റ്റ് ആയല്ലോ മീറ്റിംഗ്, എന്ത് പറ്റി? ശരി, നോക്കാം നമുക്ക്. അമിത ഈ ആബ്സെന്റീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, 52 51 7 ആബ്സെന്റീസ് വരും ഇല്ലെന്ന് നോക്കാം. എല്ലാരും കണ്ടില്ലേ? ആരും മറ്റേ ക്ലാസ് റൂമിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. കാരണം ഈ ഫ്രൈഡേ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ആവുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഫ്രൈഡേ മാത്രം ഞാൻ ഇങ്ങനെ ലിങ്ക് അയച്ചുതരാം. അന്ന് ഓർത്താ മതി നിങ്ങൾ. കാരണം ഫ്രൈഡേ 9 ആബ്സെന്റീസ് വരുന്നുണ്ടല്ലേ? ഓ, നിങ്ങൾ 61 ആണ്. ഓക്കെ, കാരണം എല്ലാ ടീച്ചേഴ്സിനും ആ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. ഫ്രൈഡേ അല്ല, യൂഷ്വലി 3rd and 4th hours. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന ഒരു ദിവസം തൽക്കാലം ഇങ്ങനെ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്തത്, സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. സോ നമുക്ക് 8 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം 2nd യൂണിറ്റ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ്. ഇത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നിങ്ങളൊരു എക്സ്പ്രഷൻ കണ്ടോ?
എക്സ് ഈക്വൽ ടു 7 പ്ലസ് 3 ഇൻറ്റു 2. ഇതിന്റെ ആൻസർ എന്താണെന്നൊന്ന് വേഗം എല്ലാവരും കമന്റ് ചെയ്യോ. ലൈക്ക് വാട്ട് ഇസ് ആൻസർ ഓഫ് ദിസ് എക്സ്പ്രഷൻ? 7 പ്ലസ് 3 ഇൻറ്റു 2 എത്രയാണ് ആൻസർ? ഇതിന്റെ ആൻസർ ഓക്കെ, ഇമാനുവൽ പറഞ്ഞിട്ടുണ്ട് 20. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഈ ഒരു എക്സ്പ്രഷന്റെ ആൻസർ ഒന്ന് വേഗം കമന്റ് ചെയ്യൂ എനിക്ക്. 7 പ്ലസ് 3 ഇൻറ്റു 2 എത്രയാണ്? വേഗം. ആർക്കും അറിയില്ല, മാത്സ് ആർക്കും അറിയില്ല. 13. ഓക്കെ ശരി, കുറെ പേര് 13 എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ശരി, മാറിപ്പോയി, കുഴപ്പമില്ല. അപ്പൊ ഞാനിത് പറഞ്ഞുതരാം. അതായത് നമ്മൾ യൂഷ്വലി, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ യൂഷ്വലി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആൻസർ 20 എന്നാണ്. കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ 13 എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ 13 എന്ന് പറഞ്ഞേ? ബോർഡ് മാസ് റൂൾ. ഓക്കെ, ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്തു, ഫൈൻ. ഓക്കെ. അപ്പൊ ആ ഒരു അതേ മെത്തഡോളജി നമ്മൾ മാത്സിൽ പഠിക്കുന്ന സെയിം മെത്തഡോളജി തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് റൂൾ തന്നെയാണ്. സോ അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സി പ്രോഗ്രാമിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം ഓർത്ത് വെക്കേണ്ടത്, എപ്പോഴും ഇവാലുവേഷൻ തുടങ്ങുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അത് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. ഓൾവേസ് നമ്മൾ ഒരു ചെയ്ത് തുടങ്ങുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇപ്പൊ ലെഫ്റ്റിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രയോറിറ്റീസ് പഠിക്കാനുണ്ട്. ഇപ്പം രണ്ട് ഓപ്പറേറ്റർ പ്ലസും സ്റ്റാറും വരുമ്പോ ഇതിൽ ആരാണ് ആദ്യം ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് പ്രസിഡൻസ് അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ഓർഡറുകളുണ്ട് നമ്മൾ ബോർഡ് മാസ് റൂൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ആ ഒരു സെയിം റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ആ റൂളാണ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റുന്ന ഈ വലിയൊരു ടേബിളിലുള്ളത്. സോ ആദ്യത്തെ ഓപ്പറേറ്റർ എപ്പോഴും പാരാന്തസിസ് ആണ്. നമ്മുടെ ബോർഡ് മാസിലെ B4 ബ്രാക്കറ്റ് അല്ലേ, അപ്പൊ ഏത് ബ്രാക്കറ്റുകൾ കണ്ടാലും ഫസ്റ്റ് നമ്മൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ചെയ്യേണ്ടത് ബ്രാക്കറ്റിന് അകത്തുള്ളതായിരിക്കണം. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് അടുത്ത പ്രയോറിറ്റി പോണത് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പറാൻഡ് മാത്രം വരുന്ന ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ A++ ഒക്കെ ആണെങ്കിൽ ഒരു ഒപ്പറാൻഡ് A മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ നോട്ട് ഓഫ് A എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ഓപ്പറേറ്റർ മതി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അടുത്ത പ്രിഫറൻസ് പോവുക. അത് കഴിഞ്ഞിട്ടാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതിലും ആദ്യത്തെ പ്രിഫറൻസ് പോണത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്. അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് വരും. അതും കഴിഞ്ഞിട്ടാണ് റിലേഷണൽ. റിലേഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് ആദ്യത്തെ പ്രിഫറൻസ് പോവുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈക്വൽ ടു, ദെൻ നോട്ട് ഈക്വൽ ടു. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോജിക്കൽ. ലോജിക്കലിൽ വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ നോട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ച ടേണറി ഓപ്പറേറ്റർ. പിന്നെയാണ് നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എല്ലാം, ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആണ് കോമ. അപ്പൊ ഈ ഒരു മെത്തഡോളജി നോക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രിഫറൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഇതായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ആദ്യം 3 ഇൻറ്റു 2 ചെയ്യും, 6 ആൻസർ കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുക. സോ നൗ ദ ആൻസർ ഇസ് 13. അപ്പൊ ഇങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് വൈവയ്ക്കൊക്കെ ചോദിക്കാം. വൈവയ്ക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഇത് സോൾവ് ചെയ്യാനൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ലാബിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ലാബിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അന്നേരം യു ക്യാൻ റിമെമ്പർ ദിസ് ചാർട്ട്. ഓക്കെ, ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ഓപ്പറേറ്റേഴ്സിന്റെ പ്രയോറിറ്റീസ് പറഞ്ഞു. ഇത്രയും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആണോ? ആരും റിപ്ലൈ ഇല്ലല്ലോ. എവിടെ? എൽദോ, ഇമാനുവൽ എൽദോ, ഷെഹീൻ, നിയാസ്, അഞ്ജന. ഓക്കെ, അക്ഷയ്. ഓക്കെ ശരി ശരി. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഈ മൊഡ്യൂളില്, ഈ യൂണിറ്റില്. ദാറ്റ് ഇസ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോ ഇതിനകത്താണ് നമുക്ക് ഈഫും ഇഫൽസും ലൂപ്പിങ്ങും എല്ലാം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം പഠിക്കുന്നത് വാട്ട് ഈസ് എ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ,
എന്ത് പറ്റി എല്ലാവരും ലെഫ്റ്റ് ആവണുണ്ടല്ലോ മീറ്റിംഗ്? നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ നിങ്ങക്ക്? ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ ലെഫ്റ്റ് ആവണുണ്ട്. ശരി, നോക്കാം. ഓക്കെ, ശരി. അപ്പൊ ആദ്യം വാട്ട് ഇസ് എ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് എടുക്കുന്ന ആദ്യം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സി എന്ന് പറയുന്നത് ഒരു പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഇസ് എ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അല്ലെങ്കിൽ സിനെ നമുക്കൊരു ഇറ്റ് ഇസ് എ സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും പ്രോഗ്രാം ചെയ്ത് അറൌണ്ട് ഒരു 20 പ്രോഗ്രാംസ് ചെയ്തപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. സിക്ക് എപ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ടാവും ഫോളോ ചെയ്യാൻ. അതായത് ആദ്യം ഹെഡർ ഫയൽസ് എഴുതണം, then below that we have to open the main program, and below that നമുക്ക് വേണ്ട വേരിയബിൾസ് ഒക്കെ we have to define it, പ്രീ ഡിഫൈൻ ചെയ്ത് വെക്കണം. then ആ ഒരു ഫ്ലോയിലാണ് നമ്മുടെ ആൻസേഴ്സ് എല്ലാം പോകുന്നത്. അപ്പൊ എപ്പോഴും സി പ്രോഗ്രാം എഴുതുമ്പോൾ we have to follow a certain ഫ്ലോ. ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത ഒരു കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 4 കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് വരും. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, പിന്നെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, ഐട്രേഷൻ വരുന്നുണ്ട്, ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ ഐട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ അൽഗോരിതം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ വാട്ട് ഈസ് ഐട്രേഷൻ? ഞാൻ അന്ന് അൽഗോരിതം പഠിപ്പിക്കുമ്പോൾ ഒരു 4 ടൈപ്സ് ഓഫ് അൽഗോരിതം ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ടൈപ്പ് ഐട്രേഷൻ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനി വൺ റിമെമ്പർ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആർക്കില്ലേ? ഓക്കെ, യെസ്, റിപ്പീറ്റേഷൻ അൺടിൽ എ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. വെരി ഗുഡ്. ലൂപ്പ് ആണ്, അത് തന്നെയാണ് റിപ്പീറ്റേഷൻ ആണ് നമ്മൾ ഐട്രേഷൻ എന്ന് പറയുമ്പം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, നിങ്ങൾ നെറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഇൻഫോം ചെയ്യണേ. സെൻഡ് ആവണില്ല മാം, നെറ്റ് സ്ലോ ആണ്. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഇൻഫോം ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് പേര് എക്സിറ്റ് ആവണുണ്ട്, അപ്പൊ എനിക്ക് അറിയുന്നില്ല എന്താന്ന്. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം. നെറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഡൻസ് ഇടുമ്പോൾ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. അത് എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന് മുന്നേ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഇൻഫോം മീ. ഓക്കെ, അപ്പൊ ഈ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും യു ക്യാൻ എക്സ്പെക്ട് സം ക്വസ്റ്റ്യൻസ്. ഒന്നില്ലെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓറൽസ് ഇതിലെ 4 സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് നോട്ട് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കാം. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന് ഹെഡിങ് എഴുതുക. ആൻഡ് ദർ ആർ 4 ടൈപ്സ് ഓഫ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. 4 ടൈപ്പും ലിസ്റ്റ് ചെയ്ത് വെക്കുക. വേഗം ഒന്ന് എഴുതിയിട്ട് എനിക്ക് ഇന്ന് റിപ്ലൈ ചെയ്യൂ വേഗം. ഇത് 4 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ. ഈ നെറ്റ് ഇഷ്യൂ ഉള്ളവരൊന്ന് എനിക്ക് ഇൻഫോം ചെയ്യൂട്ടോ. നെറ്റ് ഇഷ്യൂസ് ഉള്ളവരെ ഞാനിപ്പം ആബ്സെന്റീസ് പറയുകയാണെങ്കിൽ അക്ഷയ് കെ ആബ്സെന്റ് ആണ്, അതുൽനാഥ്, കിരൺ ദാസ് ആബ്സെന്റ് ആവുന്ന എന്നോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പേരുണ്ട്. ദെൻ സാദിഖ്, സനിൽ, ഇതിൽ ആരെങ്കിലും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കോ. ഒന്നുകൂടെ പറയാം, അക്ഷയ് കെ, അതുൽനാഥ്,
കിരൺ, സാദിഖ് ആൻഡ് സനിൽ ഇവിടെ പ്രസന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ നൗ. ഇവിടെ തന്നെ ചാറ്റിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. സനിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. സനിൽ നെറ്റ് ഇഷ്യൂ ആണോ? നെറ്റ് ഇഷ്യൂ ആണോ സനിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത്? ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് എഴുതിന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ആദ്യത്തെ ഡെസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. സോ ദിസ് ഇസ് സിമ്പിൾ ഈഫ്. ആ പേര് പോലെ തന്നെ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. അപ്പോ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. സോ ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ വർക്കിംഗ്. നമ്മൾ ആദ്യം വിൽ റൈറ്റ് ഈഫ്, നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇതിനകത്ത് കയറിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇവിടെ കയറില്ല. ഇറ്റ് വിൽ ഡയറക്ട്ലി എക്സിറ്റ് ഫ്രം ദി ഈഫ് ബ്ലോക്ക്. നമ്മൾ ഇങ്ങനെയാണ് പറയാ, ഈഫ് ബ്ലോക്ക് എന്നാണ് പറയാ. കാരണം ഈ രണ്ട് ഫ്ലവർ ബ്രാക്കറ്റിന്റെ അകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുള്ളൂ. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എൻ ഈഫ് ബ്ലോക്ക്. അപ്പൊ ഒരു സിമ്പിൾ ഈഫ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഈഫ് ഉണ്ട്, നമുക്കൊരു കണ്ടീഷൻ എഴുതാം. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോക്കിനകത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഫാൾസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഡയറക്ട്ലി എക്സിറ്റ് ഔട്ട് ഫ്രം ദി ഈഫ് ബ്ലോക്ക്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഹെഡിങ് എഴുതാം. അതിന്റെ അടിയിൽ ഒന്നാമത്തെ സിമ്പിൾ ഈഫ് എഴുതുക ആൻഡ് റൈറ്റ് ദി സിൻടാക്സ്. എല്ലാത്തിന്റെയും സിൻടാക്സ് നോട്ട് ചെയ്യണം. ഇതൊന്ന് എഴുതി വെക്കുക. നോട്ട് ചെയ്തില്ലേ? സിൻടാക്സ് ജസ്റ്റ് ഈഫ്, കണ്ടീഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഞാൻ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. ചെറിയൊരു സി പ്രോഗ്രാം. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യാണ്. സോ ഇത്രയേ ഉള്ളൂ എന്റെ പ്രോഗ്രാം. ഒരു ചെറിയൊരു ഈഫ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ്. എന്റെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ഞാനൊരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈവൻ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈവൻ നമ്പർ എന്ന് എനിക്ക് മെസ്സേജ് വരണം, ലൈക്ക് എനിക്ക് ഔട്ട്പുട്ട് വരണം. അപ്പൊ ഒരു നമ്പർ ഈവൻ ആണോ, ഈവൻ ആണെങ്കിൽ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ യൂഷ്വലി ചെറിയ ക്ലാസ്സിലൊക്കെ ഇപ്പൊ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈവൻ നമ്പർ ആണോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആർക്കും അറിയില്ല? ഹൗ ടു ഫൈൻഡ് എ നമ്പർ ഇസ് ഈവൻ? യെസ്, ഡിവൈഡഡ് ബൈ 2 ചെയ്യും. എന്നിട്ട് റിമൈൻഡർ 0 വരാണ്. മൾട്ടിപ്പിൾ, ഓക്കെ, വെൻ മൾട്ടിപ്പിൾ വിത്ത് 2. ഓക്കെ, അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരാണെങ്കിൽ അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ നമ്മള് ആദ്യം കുറെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചില്ലായിരുന്നു. അതിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടും എന്നൊക്കെ. ഏത് ഓപ്പറേറ്റർ ആണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, മോഡുലസ് ഓപ്പറേറ്റർ. യെസ്, ഇമാനുവൽ എൽഡോ, വെരി ഗുഡ്. അപ്പൊ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിമൈൻഡർ കണ്ടുപിടിക്കാം. ആ സെയിം ലോജിക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു. ഞാൻ void മെയിൻ ഓപ്പൺ ചെയ്തു. ഒരു നമ്പർ, കാരണം ഒരു നമ്പർ യൂസറിന്റെ നിന്ന് വാങ്ങിക്കണമല്ലോ. സോ ഞാൻ ഇന്റ് നം എന്ന് കൊടുത്തു. യൂസറിന്റെ അടുത്തത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അത് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത്, if ആ നമ്പർ മോഡുലസ് 2 is equal to 0 ആണെങ്കിൽ, അതായത് അതിന്റെ റിമൈൻഡർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് ഈവൻ എന്ന് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകണം. ഇത്രയേ ഉള്ളൂ ഈഫ് വെച്ചിട്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ഔട്ട്പുട്ടും വരില്ല. സോ ഞാനത് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റർ ആൻഡ് ഇൻഡിജർ എന്ന് കൊടുത്തു. എത്ര കൊടുക്കണം? നമുക്ക് ആദ്യം ഒരു ഈവൻ നമ്പർ തന്നെ ഇട്ട് ടെസ്റ്റ് ചെയ്യാം അല്ലെ? ഒരു കാര്യം ചെയ്യാൻ 56 എന്ന് കൊടുക്കാം. ഓക്കെ, 56 എന്ന് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈവൻ എന്ന് എനിക്ക് ഔട്ട്പുട്ട് വരും. അപ്പൊ 56 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര വരും? 23 ആൻസർ വരും. സോ 23 വരും ആൻഡ് റിമൈൻഡർ 0 വരും.
സോ എന്റെ ആൻസർ ഇസ് 56 ഇസ് ഈവൻ. അപ്പൊ ഇനി ഈവൻ അല്ലാത്തൊരു നമ്പർ ഞാൻ കൊടുക്കാം, ഒരു ഓഡ് നമ്പർ ഞാൻ കൊടുക്കാം. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഔട്ട്പുട്ടും വരില്ല. സോ ദാറ്റ്സ് ഇറ്റ്, എന്റെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പൊ ഈ പ്രോഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുന്നവര് യു ക്യാൻ സ്ക്രീൻഷോട്ട്. എഴുതുകയാണെങ്കിൽ എഴുതാം. എഴുതാൻ സമയം ഉണ്ടാവില്ല, 12:15 നിങ്ങൾക്ക് 12:20 വരെ അല്ലേ ക്ലാസ്സുള്ളൂ. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എടുത്തോ? റെഡി. ഓക്കെ, ഡൺ. ഇനിയിപ്പോ അത് കഴിഞ്ഞാല് നമുക്ക് അടുത്തത് ഈ ഫെൽസ് ഒക്കെ പഠിക്കാണ്ട്. ഇനിയിപ്പോ സമയമില്ലല്ലോ, നമുക്ക് അപ്പൊ തൽക്കാലം മതി. അപ്പൊ ഇനിയിപ്പോ 2 ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഇല്ലല്ലോ, സാറ്റർഡേസ് ലീവ് ആണോ? എന്താ ഇൻഫർമേഷൻ പറഞ്ഞോ ട്യൂട്ടേഴ്സ്? എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ ആർക്കെങ്കിലും? പറഞ്ഞില്ല അല്ലെ? അല്ല, ഒരു പുതിയ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു KTUന്റെ. ആ സർക്കുലറിൽ പറയുന്നത് നിങ്ങൾക്ക് സാറ്റർഡേസ് ലീവ് ആണ് എന്നാണ്. ഇനി ഫൈനൽ ഡിസിഷൻ എന്താന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു സി പ്രോഗ്രാമിംഗ് ഇല്ലല്ലോ ശനിയാഴ്ച, നമുക്കിനി മൺഡേ അല്ലേ ഉള്ളൂ. യെസ് യെസ്, ഓക്കെ. പ്രോഗ്രാമിംഗ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതോ എങ്ങനെയുണ്ട് പ്രോഗ്രാം ചെയ്യാന്? ഭയങ്കര പാടായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ, എളുപ്പല്ലേ? നിങ്ങൾ ആരെങ്കിലൊക്കെ സംസാരിച്ചോട്ടോ, കുഴപ്പമില്ല. ഇൻട്രസ്റ്റിംഗ്, യെസ്, വെരി ഗുഡ്. നല്ല രസമാണ്. നമുക്ക് ഇനി പഠിക്കാൻ നല്ല അടിപൊളി അടിപൊളി പ്രോഗ്രാംസ് ഉണ്ട്. ഇനി നമുക്ക് ഇപ്പം വിചാരിച്ചത്ര ടഫ് ഇല്ല അല്ലെ? ശരി. അതായത് ഇപ്പൊ ഞാൻ 1 2 3 എന്ന് തന്നു കഴിഞ്ഞാൽ 3 2 1 എന്ന് എങ്ങനെ പ്രിന്റ് ചെയ്യാം, അതന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ, പിന്നെ ഇങ്ങനെ സ്റ്റാർ സ്റ്റാർ വെച്ചിട്ട് ഓരോ പാറ്റേൺ ഒക്കെ നമുക്ക് ചെയ്യാം. നല്ല രസമുള്ള കുറെ പ്രോഗ്രാംസ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഏകദേശം അതൊക്കെ കവർ ചെയ്യാൻ നോക്കാം. ഇതിപ്പം ഇങ്ങനെ ആയോണ്ടാണ്, അതായത് പാറ്റേൺ നമുക്ക് പല തരത്തിലെ പാറ്റേൺ ഒക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ കൊടുത്താലും നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടും. അങ്ങനെ ഭയങ്കര രസമുള്ള കുറെ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. പാലൻഡ്രോം, യെസ്, പാലൻഡ്രോം, ആംസ്ട്രോങ് നമ്പർ, അങ്ങനെ നല്ല രസമുള്ള ഒരുപാട് കുറെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് നോക്കാം, പറ്റുകയാണെങ്കിൽ എല്ലാം ചെയ്യാം. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം കുറെ ചെയ്യായിരുന്നു. ഇതിപ്പം ടൈമും പറ്റണില്ല. കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന പോലെ അങ്ങ് പോവാം. ഓക്കെ, എൻകോഡ് ഡീകോഡ്, യെസ് യെസ്, വെരി ഗുഡ്. നമുക്ക് കുറെ ചെയ്യാം കേട്ടോ. ഇത്തവണ പറ്റുന്ന മാക്സിമം നമുക്ക് കവർ ചെയ്യാം. നമുക്ക് ലാബിൽ എന്തായാലും ഒരു 21 പ്രോഗ്രാംസ് ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ക്ലാസ്സിൽ എല്ലാത്തിന്റെ എക്സാമ്പിൾ ഓരോന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും തരാം. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കുറെ പ്രോഗ്രാം കണ്ടൊരു പരിചയമെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നാ താങ്ക് യു. പോയിട്ട് ഇനിയിപ്പോ അടുത്ത അവർ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചോളൂ. ഓക്കെ, ബൈ.